അച്ഛനും അമ്മയും വരുന്നതിന് എന്താ സ്പെഷ്യൽ? അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. അത് ചുമ്മാ. കണിമംഗലത്തേക്ക് ഏതെങ്കിലും ഒരു ഗസ്റ്റ് വന്നാ അവരുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ രാധികയുടെ വിഭവങ്ങളാണല്ലോ. ഞാൻ നോക്കട്ടെ. കൊള്ളാം, സമ്മതിക്കണം. രാധികയുടെ കൈപുണ്യം അല്ലേ ചെറിയമ്മേ? അതിലെന്താ സംശയം? ഇക്കാര്യത്തില് ഇവളെ തോൽപ്പിക്കാൻ ദൈവം തമ്പുരാന് പോലും സാധിക്കില്ല. അതെ, നിന്റെ ആ സ്പെഷ്യൽ പായസം ഇല്ലേ? ഓ, നിന്റെ അച്ഛന് ഇഷ്ടാണെന്ന് പറയുന്നത്. ഉണ്ടാക്കുന്നുണ്ട്. രാധികയെ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി കേട്ടോ. ഞാൻ പറയാം. എന്താ പതിവില്ലാതെ രണ്ടുപേരും അടുക്കളയില്? അതെന്താ അമ്മ അങ്ങനെ പറയുന്നേ? കൽപ്പന വളരെ അപൂർവമായിട്ടേ അടുക്കളയിൽ വരാറുള്ളൂ. പക്ഷേ ഏട്ടത്തെ അടുക്കളയിൽ നിൽക്കുമ്പോ ഞാൻ എപ്പോഴും വരാറുണ്ടല്ലോ. മോളെ രാധികെ, ഇവര് വന്നിട്ട് അധിക നേരമായോ? ഇല്ല മുത്തശ്ശി, ഇപ്പൊ വന്നതേ ഉള്ളൂ. ഉള്ള കാര്യം പറയാലോ. രണ്ടുപേരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് മോളെ അടുക്കളയിൽ നിന്ന് എങ്ങും പോയി കളയരുത്. ഇവര് മയക്കുമരുന്നോ പൊടിയോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കളയും രണ്ടുപേരും കൂടി. എന്താ അമ്മ ഇത്? അമ്മ ഇതിനെ എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ സംശയിക്കുന്നേ? മുത്തശ്ശി, ആറ്റുവാശ്ശേരിന്ന് വരുന്നവരുടെ മുമ്പില് ഞങ്ങൾ അപമാനിക്കാൻ തന്നെയാണ് മുത്തശ്ശി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കില് കൽപ്പന തിരിച്ചെന്തും ചെയ്യും. ഒരു കാര്യം ഓർത്തോ, പരമേശ്വരൻ കാണിച്ച ഒരു മണ്ടത്തരത്തിന്റെ പേരില നീ ഇപ്പോഴും ഈ വീട്ടിനകത്ത് നിൽക്കുന്നേ. അത് മണ്ടത്തരമാണെന്ന് പരമേശ്വരന് തോന്നാതിരുന്ന നിന്റെ ഭാഗ്യം. രണ്ടുപേരും പോവാൻ നോക്ക്. എപ്പോ നോക്കിയാലും എന്നെ അപമാനിക്കാനേ സമയമുള്ളൂ. ഇതിനൊക്കെ ഒരു തിരിച്ചടി ഉണ്ട് കേട്ടോ. തിരിച്ചടി ഉണ്ടാവും. എവിടെയാണെന്നറിയോ? നിന്റെ കാരണത്ത്. ചെയ്യാവുന്ന വൃത്തികേടുകൾ മുഴുവൻ ചെയ്തു കൂട്ടിയിട്ടും കണിമംഗലത്തുകാരുടെ കാരുണ്യം കൊണ്ട് ഇപ്പോഴും ഇതിനകത്ത് നടക്കുന്ന നീ തിരിച്ചടിയുടെ കാര്യം പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുന്നു. കണിമംഗലത്തെ ജയഭാരതിയുടെ കൈക്കരുത്ത് എന്താണെന്ന് അറിയണോടി നിനക്ക്? കൽപ്പനെ, നീ ഈ പോരെ. അതാ നല്ലത്.